ഇപ്പൊ ലൈലാഗമേ എന്നുള്ള ഒരു സോങ് വന്നല്ലോ. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ഒന്നുമില്ല, ഈ ഫേസ്ബുക്ക് ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായത്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു സോങ് എല്ലാവരുടെ ഒരു പ്ലേലിസ്റ്റില് ഉണ്ടായ ഒരു പാട്ടാണ്. ഈവൻ ഹേമന്തമാണ് ഓവർനൈറ്റ് ഹിറ്റ് എന്ന് പറയാം. പക്ഷെ ആ ഓവർനൈറ്റ് ഹിറ്റ് എന്താണെന്നറിയോ? 1.5 ലക്ഷം വ്യൂ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇപ്പൊ ഈ ഓവർനൈറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ എങ്കിലും വേണം. അതാണ് വ്യത്യാസം. അതെ. അപ്പൊ അതിനുശേഷം പിന്നെ ആ ഒരു രീതിയിലൊരു റൊമാൻറ്റിക് പാട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടുകൾ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നത് തുടരുമ്പിലെ ടൈറ്റിൽ സോങ് ആണ്. പക്ഷേങ്കിൽ അതും ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് കുറച്ചും കൂടി ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു പുഷ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈലാകം കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പാട്ട് മലയാള ഫിലിമില് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനത്തെ ഒരു പാട്ട് വീണ്ടും ഉണ്ടായിക്കൂടെ? ഇറ്റ്സ് ഓൾ അബൌട്ട് ദി സിറ്റുവേഷൻ. നമുക്ക് എപ്പോഴും വി ഓൾവേസ് വാണ്ട് ടു വർക്ക് വിത്ത് പീപ്പിൾ വി ലൈക്ക്. സിനിമ ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. ഞാൻ അതിനു മുമ്പ് അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളൊരു പാട്ട് ചെയ്തു, അത് ഹിറ്റായി, ഉടനെ എല്ലാവരും വിളിക്കും, അല്ലെങ്കിൽ അത് കേട്ടിട്ട് പീപ്പിൾ വിൽ വാണ്ട് ടു വർക്ക് വിത്ത് യു. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് ഇൻ സിനിമ. പീപ്പിൾ വാണ്ട് ടു വർക്ക് വിത്ത് പീപ്പിൾ ദേ ലൈക്ക്. നമ്മുടെ ഗ്രൂപ്പിലുള്ള മച്ചാനെ നമുക്ക് ഉടനെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സിനിമ നടക്കുന്നത്. അപ്പൊ അത് ആ ഒരു റിയലൈസേഷൻ വാസ് മച്ച് ലേറ്റർ ഫോർ മീ. അപ്പൊ എനിക്ക് എൻ്റെ കൂടെ വൈബ് ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ, ഇപ്പൊ എൻ്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ പിള്ളേരാണ് എല്ലാം. ഒരു എനിക്ക് 25-35 ഇടയിലുള്ള പിള്ളേരാണ് എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് മുഴുവൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ഏജ് റേഞ്ചിലാണ്. അപ്പൊ ഐ എം ഫീലിംഗ് മൈസെൽഫ് ദാറ്റ് ഐ ആം വിത്ത് ദം, അല്ലെങ്കിൽ ദേ ആർ ഫീലിംഗ് ദാറ്റ് ഐ ആം വിത്ത് ദം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വി വിൽ ഓൾവേസ് ക്രിയേറ്റ് ന്യൂ തിങ്സ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ജനറേഷൻ അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി സെക്കൻഡ് നേച്ചർ. അത് വരും. അങ്ങനത്തെ സിനിമ സംഭവിക്കും, അങ്ങനത്തെ പാട്ട് സംഭവിക്കും. പ്രേക്ഷകർ ഒന്നടക്കം പറയുന്ന ഒരു കാര്യമാണ് രാഹുൽ രാജ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ എല്ലാരും പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ഛോട്ടാ മുംബൈ ഇറങ്ങിയ സമയത്ത് താങ്കളെ വീണ്ടും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത്ര അങ്ങോട്ട് ഒരു സെലിബ്രേറ്റ് രാഹുൽ രാജ് ഛോട്ടാ മുംബൈ വാസ് ഓക്കെ എന്നൊക്കെ എഴുതിയാൽ റിവ്യൂസ് കണ്ട് ഹൃദയം തകർന്നിട്ടുണ്ട് ഞാൻ. ലിറ്ററലി നമ്മൾ സിനിമ ചെയ്യണതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോൾ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, ഏറ്റവും നല്ല ഔട്ട്പുട്ട്, ആളുകളെ ഞെട്ടിക്കണം, അത്ര കിടിലൻ ഔട്ട് വരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്തിട്ട് നമ്മൾ ചാടിക്കേറി റിവ്യൂസ് നോക്കുമ്പോൾ ആ മ്യൂസിക് വാസ് ഓക്കെ, ആവറേജ് എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഹൃദയം തകർന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ഒരു മറുപടി ഇപ്പോ പ്രകൃതി തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് ഇന്ന മോനെ പിടിച്ചോ, നീ കുറച്ച് നാൾ യു വെയിറ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു ലിസണർ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേക്കർ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ 500 വർഷത്തേക്കുള്ളത് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ രാഹുൽ രാജും അത്രയും വർഷങ്ങൾക്ക് വേണ്ടിയുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട്. വല്ലതൊക്കെ പറയല്ലേ മോളെ, എന്ന് തോന്നില്ല. വർഷത്തേക്ക് ചെയ്തിട്ടില്ല, ഒരു 50 വർഷം. അല്ല, ആളുകളുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം, അതൊരു വലിയൊരു സന്തോഷമാണ്. അത്തരം സിനിമകളില് അത് ഉണ്ടാക്കിയ സമയത്ത് ആ മേക്കേഴ്സിന് എന്നെ വിളിക്കാൻ തോന്നിയതും അതിന് ഒപ്പം ചേർക്കാൻ പറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ എസ്ര ഫിലിം, ആക്ച്വലി സുഷിനാണ് എന്റെ മ്യൂസിക് ഡയറക്ടർ, സുഷിൻ ശ്യാമാണ്. അപ്പോ അമലാണ് എന്നെ ആ പാട്ടിലേക്ക്, ഈ ലൈലാഗമേ പാട്ട് ഈ രാഹുലിന്റെ അടുത്ത് ചെന്നാൽ റൊമാൻറ്റിക് പാട്ടുകൾ ഉണ്ടാക്കാൻ വിദഗ്ധനാണ് എന്ന് JK അടുത്ത് പറയണം. അപ്പൊ JK എന്നെ വിളിക്കുന്നത്, ഞാൻ അമൽ നമ്പർ വന്നിട്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് മഹാരാജ് പഠിച്ചാണ്, ഒരു സിനിമയുടെ ഒരു പാട്ടിന്റെ കാര്യത്തിന് വേണ്ടിയാണ് കാണട്ടെ. അങ്ങനെയാണ് ഞാൻ ലൈലാഗമേ എന്ന് പറഞ്ഞ പാട്ടായിട്ട് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് 10 minutes ഐ എം നോട്ട് പാർട്ട് ഓഫ് എസ്ര. പക്ഷെ ബട്ട് ദാറ്റ് ലൈലാഗമേ ബിക്കെയിം പ്രോബബ്ലി മൈ ബിഗസ്റ്റ് മ്യൂസിക്കൽ ഹിറ്റ് ആ പാട്ട് എന്നുള്ള രീതിയിൽ. അത് അങ്ങനെ അവർക്ക് എന്നെ വിളിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് ആ പാട്ടുണ്ടാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ കോഹിനൂറിൽ എന്നെ വിളിക്കണം. അപ്പോൾ എവ്രിബഡി ഹാസ് ചോയ്സസ്. ഇപ്പൊ നമ്മള് പീപ്പിൾ ആർ സറൗണ്ടഡ് ബൈ ചോയ്സസ്, ഫ്ലഡഡ് ബൈ ചോയ്സസ് എന്ന് പറയാം അല്ലേ. ഇന്ന ആള് വേണമെന്നൊന്നും ഇല്ല ബേസിക്കലി. അപ്പോൾ ഇഫ് ദേ ഫെൽറ്റ് ലൈക്ക് ദേ വോണ്ട് ടു വർക്ക് വിത്ത് മീ, ഐ വോണ്ട് ടു ഗിവ് മൈ എൻറ്റയർ കോർ ഇൻ ടു ദാറ്റ് എന്നുള്ളതാണ്. അത് സംഭവിക്കും. ഇപ്പൊ എല്ലാ റൊമാൻറ്റിക് പാട്ടുകൾക്കും ചില പാട്ടുകൾക്ക് പാട്ടുകൾ നന്നായിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു സീൻ വൈസ് നന്നാവുന്നില്ല. പക്ഷെ താങ്കളുടെ എല്ലാ റൊമാൻറ്റിക് പാട്ടുകൾക്കും ഇപ്പൊ ലൈലാഗമായ പോലും ബെസ്റ്റ് സീൻസ്, ബെസ്റ്റ് റൊമാൻറ്റിക് സീൻസ് ആണ്, വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. അതൊരു ഭാഗ്യത്തിന് ഒത്തു വന്നതാണ് ലിറ്ററലി. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. അത് ആളുകൾക്കല്ല, മറ്റ് മ്യൂസീഷ്യൻസിനും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മൾ ഒത്തിരി ഇമാജിനേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളൊരു ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് റീഡിങ് എ ബുക്ക്.
നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോ ആളുകളും അതിനൊരു വായന കണ്ടെത്തും. ഓരോ ആളുകളുടെ മനസ്സിലൊരു ലോകം വേറെ രീതിയിലാണ്. നമ്മൾ സെയിം ബുക്ക് വായിച്ചാൽ പോലും നമ്മുടെ മനസ്സിലുള്ള ആ ലോകം ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ പാട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ, വിഷ്വലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ പ്രശ്നങ്ങളുടെ നടുക്ക്, ബഡ്ജറ്റിന്റെ ഇഷ്യൂസ്, അന്നത്തെ ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ, അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എല്ലാം കൂടെ മഴ പെയ്താൽ പോലും മാറിപ്പോകും, അവിടെ ബഡ്ജറ്റ് മാറും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കൺസേൺസിന്റെ അകത്തുനിന്ന് അവർ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അവസാനം ഇത് നന്നാകുക എന്നുള്ളതൊരു ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ദ ക്യാമറ വർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ അസോസിയേറ്റിന്റെ ഓടി നടന്നുള്ള പണിയെടുക്കല്, അല്ലെങ്കിൽ ഇല്ലേ എഡിറ്റർ, ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ആ പാട്ട്. പക്ഷെ അവസാനം ദ ക്രെഡിറ്റ് സ്റ്റിൽ കംസ് ടു ദ കമ്പോസർ വെൻ ദ സോങ് കംസ് ഔട്ട്. അപ്പൊ ഫോർ മീ ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദീസ് പീപ്പിൾ ഹൂസ് ബിഹൈൻഡ് ദിസ്. അതല്ലാണ്ട് ഇങ്ങനെ വരില്ലല്ലോ. നല്ല വിഷ്വൽ വന്നാൽ മാത്രമേ പാട്ട്, അല്ലെങ്കിൽ നല്ല സിനിമയിൽ പ്ലേസ് ചെയ്യപ്പെട്ട മാത്രമേ, അല്ലെങ്കിൽ ആ സിനിമ എഴുതിയ ആളില്ലേ, എഴുതുന്ന സമയത്ത് അയാൾ വിചാരിച്ചു ഇവിടെ നമുക്കൊരു പാട്ട് വെക്കാം എന്ന് അയാൾ അന്ന് തീരുമാനിച്ച അടിവരെ ഇട്ടതുകൊണ്ടാണ് അവിടെ ഒരു പാട്ടുണ്ടായത്. അല്ലെങ്കിൽ ഉണ്ടാവും. അപ്പൊ യു ഹാവ് ടു ബി താങ്ക്ഫുൾ ടു എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത ആളുകളോടൊക്കെ പറയാറുള്ള ഒരു ഉറുമ്പിന്റെ പോലും നമുക്കൊരു കൃപ നമുക്ക് വേണം. ചില സമയത്ത് നമ്മൾ നിസാരമെന്ന് തോന്നുന്ന ഒരു ഓർഗാനിസത്തിന്റെ പോലും കൃപ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ പാട്ട് വിജയിച്ചു എന്ന് പറഞ്ഞാലും ഐ ബിലീവ് ഇറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് എഫേർട്ട് ഓഫ് എവ്രിബഡി ഹൂസ് ഇൻവോൾവ്ഡ്. ഈ തല എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിലാണെങ്കിൽ കോസ്റ്റ്യൂംസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഭാവന വന്നിട്ട് ഒരു ചുരിദാർ, എന്തോ ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ് ഇടുന്നു, അതിന്റെ മുകളിൽ ഒരു ഷോൾ ഇടുന്നു. ആരും വിചാരിക്കുന്നില്ലേ ഇതിന്റെ ഒരു ഡ്രസ്സിന്റെ മുകളിൽ ഒരു ഷോൾ ഇട്ടിട്ട് മൈക്കൊക്കെ പിടിച്ച് പാടുന്നു. ഇപ്പൊ ലാലേട്ടന്റെ ഷർട്ട് 150 രൂപയുടെ ഷർട്ട്സ് ആണെന്നാണ് ഞാൻ രാജുവേട്ടൻ പറഞ്ഞു കേട്ടത്. 150 രൂപയുടെ ഷർട്ട്. അപ്പൊ ബട്ട് ഇറ്റ് ഈസ് സോ സ്റ്റൈലിഷ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അത്, പക്ഷെ അത് ഹൗ വെൽ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മൂവി. ആ ക്യാരക്ടേഴ്സിന് അത് എത്ര ചേർന്നു, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കിയിട്ടാണ് അല്ലേ. അതല്ലാണ്ട് ഇപ്പൊ പണ്ടൊക്കെ ചില സിനിമകൾ കാണുന്നത് തൊഴിലില്ലാത്ത ആളുകളൊക്കെയാണ്, പക്ഷെ കിഡിലൻ ജീൻസും ഇൻ ചെയ്ത സാധനങ്ങളും ഏതൊക്കെയോ ഒരു ചോയ്സ് എടുത്ത് ചെയ്ത പോലെ നമുക്ക് തോന്നും. അവിടെ എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് ഇവര് പൊളി പിള്ളേരാണ്, ഇവര് കഷ്ടപ്പെടുക, ഇവർ അടിച്ചു പൊളിച്ച് നടക്കുന്നവരാണ്. എന്നാൽ പോലും ഇവരുടെ ക്ലോത്ത്സ്, ഡ്രസ്സ് കണ്ടാ അറിയാം ഇത് അവരുടെ ഒരു ഫാഷൻ സെൻസിൽ നിന്ന് വന്നൊരു സാധനം, അല്ലാണ്ട് വലിയ വിലയുള്ള കാര്യങ്ങളൊന്നും അല്ല. ബട്ട് ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട്. ആ കളർഫുൾ ആയിട്ടുള്ള അഴകപ്പൻ സാറിന്റെ ക്യാമറ, ആ ക്യാമറ വർക്ക് വാസ് ബ്രില്യന്റ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ഈ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ വരുമ്പോ ഇപ്പൊ നമ്മൾ പറയുന്ന വെക്കുന്നുണ്ട് ഈ റൈറ്റ്സ് സിനിമയുടെ വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതെ, പാട്ടിന്റെ റൈറ്റ്സ് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ഇപ്പൊ ഇളയരാജയുടെ ഒരുപാട്, രാധേശ്വരന്റെ ഒരുപാട് സീൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോ ഈ സോങ്സിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങണം ആഗ്രഹിക്കുന്ന പുതുതലമുറ ഉണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്? പഴയ പാട്ടുകൾക്ക് എപ്പോഴും മോസ്റ്റ്ലി ദ റൈറ്റ്സ് ഗോസ് ടു ചില കമ്പനീസിന്റെ കയ്യിലാണ് റൈറ്റ് ഇരിക്കുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യുക, ദേ വിൽ ഓൾവേസ് കോട്ട് സർട്ടൻ പ്രൈസ്. അത് ഓക്കെ ആണെങ്കിൽ അത് വർക്ക്ഔട്ട് ആവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇത് ചെയ്ത സമയത്ത് അർജുനൻ മാഷിനോടും ശ്രീകുമാരൻ തമ്പി സാറിനോടും നമ്മുടെ രാജുവേട്ടൻ കണക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബട്ട് അതിന് ഒരു ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ ഇനീഷ്യലി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് സോർട്ടഡ് ആയി എന്നുള്ളതാണ്. ബട്ട് എന്നാൽ പോലും നമുക്ക് ഇത്ര നേരത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത് എന്നൊക്കെ ഉള്ളൊരു നിഷ്കർഷ I think there was something like that from the company side. അതൊരു റീസൺ ആണ് ആ പാട്ട് 1 മിനിറ്റ് ആയിരുന്നുള്ളത്. എന്റെ ഓർമ്മ ശരിയാണ്. ഇഫ് ഐ എം റോങ് എനിബഡി കറക്റ്റ് മീ. ബട്ട് എന്റെ ഓർമ്മ അതാണ്. എത്രയോ ഒരു ടൈം ലിമിറ്റ് ആ സമയത്ത് അതുകൊണ്ട് കൂടെ കൊണ്ടാണ്. പിന്നെ ഒരു പക്ഷേ ഓഫ് കോഴ്സ് ആ പാട്ട് ഫുൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ്. ഷോർട്ട് വാസ് ഡൺ ഇൻ എ വെരി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ബഡ്ജറ്റ്. അത് പ്രൊഡക്ഷനിൽ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ചെയ്തൊരു സിനിമയാണ്. കിടിലനായിട്ട് ഇപ്പൊ ലാലേട്ടൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവർ പിടിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ചെയ്തൊരു പരിപാടി. അപ്പൊ അതിന്റെ ഭാഗം കൂടി ആയിരിക്കും ഈ ഒരു ക്യുമുലേറ്റീവ് ഡിസിഷന്റെ പുറകിൽ.